റിപ്പോർട്ടേഴ്സ് എല്ലാവരും മടങ്ങിപ്പോയി. ഞെട്ടിത്തരിച്ച് വിളറി വെളുത്തു നിൽക്കുന്ന യാദവിനെയും ദിയയെയും നോക്കി അഫി പരിഹാസത്തോടെ ചിരിച്ചു. ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. ഇത്രയും നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? അഭിമന്യു ഇങ്ങനെ എൻ്റെ ഭാര്യയാണ് സീതാലക്ഷ്മി. ഇന്നലെ നീ കാണിച്ച ചെറ്റത്തരം ഉണ്ടല്ലോ, അതെനിക്കങ്ങ് ഇഷ്ടായി. യാദവിൻ്റെ കഴുത്തിൽ അവൻ കുത്തിപ്പിടിച്ചു. കൊല്ലാൻ ശ്രമിച്ചതായെന്ന് എനിക്കറിയാം. ഇനി എൻ്റെ പെണ്ണിൻ്റെ നേരെ നീ വന്നാൽ അഭിമന്യു എന്താണെന്ന് അറിയും. പഠിപ്പിക്കും ഞാൻ. തൊണ്ടക്കുഴിയിൽ അവൻ്റെ പിടിമുറുകുമ്പോൾ യാദവ് അഫിയുടെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ ഇവനാണോ എന്നെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടത്? ആയിരിക്കും. അവനറിയാം എനിക്ക് വെള്ളം എന്നാൽ പേടിയാണെന്നും. ലക്ഷ്മി ദേഷ്യത്തിൽ യാദവിനെ രൂക്ഷമായി നോക്കി. എന്താടി? അവൻ്റെ നെഞ്ചിലെ ചൂടിൽ ഈ വീറും വാശിയൊക്കെ വരും. ലക്ഷ്മി എന്തോ പറയാനായി അഫിയുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിയതും അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ വലത് കാലുയർത്തി. യാദവ് തെറിച്ചു ചെന്ന് ഹോട്ടലിൻ്റെ കാർ പാർക്കിങ്ങിൽ വീണു. അഭിമന്യു മാനേജറെ നോക്കി. സോറി കനത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും റൂം ബോയ് അവരുടെ ബാഗുമായി വന്നു. ആദ്യം അത് വാങ്ങി കാറിലേക്ക് വെച്ചു. ലക്ഷ്മി പോകാം. കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു. കയറി സീത. ലക്ഷ്മിയെ ഇരുത്തി ഡോർ അടയ്ക്കാൻ ഒരുങ്ങിയതും അവൾ അഫിയുടെ കയ്യിൽ പിടിച്ചു. ദയനീയമായ ആ നോട്ടം. അവൻ പുഞ്ചിരിച്ചു. വേണ്ട സാർ. കരയുന്നുണ്ടവൾ. എന്തു വേണ്ട? ഇന്നലെ ഒരു രാത്രി നിന്നെ വെള്ളത്തിൽ നിന്നെടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്ക് അവനെ ഒന്നുകൂടി കാണണം. അവൾ കയ്യിലെ പിടിമുറുക്കി. വിടാൻ കൂട്ടാക്കാതിരിക്കുന്നവൾക്ക് നേരെ തല താഴ്ത്തി. കടിക്ക് ഞാൻ. ഇനി നിന്റെ അനുവാദം പോലും എനിക്ക് വേണ്ട. രാവണൻ രാക്ഷസനാണെന്ന് അറിയാലോ. മെല്ലെ അത്രമേൽ പതിയെ അതരങ്ങളെ അവൻ ഒന്നായി വിഴുങ്ങിയതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. അവൻ്റെ കയ്യിൽ വിരലാഴ്ത്തി. തല സീറ്റിലേക്ക് ചാരി. വിട്ടുമാറാത്ത പ്രണയം മാത്രം പകർത്തിക്കൊണ്ടുള്ള ഗാഢമായ ചുംബനത്തിൽ കണ്ണുകൾ കൂമ്പി അടയുന്നതോടൊപ്പം കൈകളും അയഞ്ഞിരുന്നു. അഫി ആ കണ്ണിൽ അമർത്തി ചുംബിച്ചു. ദേ ഞാനിപ്പോൾ വരും. നിന്നെ ഒറ്റയ്ക്കാക്കി എങ്ങും പോവില്ല. കവിളിൽ തട്ടി പറയുമ്പോഴും അവൾ കണ്ണുകൾ തുറന്നതേയില്ല. ആദ്യേ അവൻ കൂർപ്പിച്ച് നോക്കിയതും ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. നീ എന്തിനാ വന്നേ? ഇളിച്ചോണ്ട് നിന്നോ? നിന്നെ അവൻ കണ്ടോടാ? അഫി പതിയെ ചോദിച്ചു. ഇല്ല. ആദി പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി. ഓ, അവൻ്റെ ചിരി കണ്ടാൽ തോന്നും പാവം ഈ വക പരിപാടികൾ ചെയ്തിട്ടേയില്ല എന്ന്. കുഞ്ഞിലേ മുതൽ കൊടുത്തു വാങ്ങിയും ഒരു ഉളുപ്പുമില്ലാത്തവനാന്ന് എനിക്കല്ലേ അറിയൂ. തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ അഫിയുടെ കയ്യിൽ ആദി പിടിച്ചു. അവൻ പെട്ടെന്ന് പിന്നിലിരിക്കുന്ന ലക്ഷ്മിയെ നോക്കി. തല താഴ്ത്തി ആദിയുടെ ചെവിയിൽ ചുണ്ട് ചേർത്തു. അടിയും ഇടിയും ഒന്നുമില്ല. അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം. എൻ്റെ കല്യാണം ഈസിയായി നടത്തി തന്നവനല്ലേ. അരികിലേക്ക് വരുന്നവനെ കണ്ട് കാറിലേക്ക് കയറാൻ നിന്ന യാദവ് ഡോർ വലിയ ശബ്ദത്തിൽ അടച്ച് അതിൽ ചാരി നിന്നു. ദിയയും അഭിമന്യുവിനെ ദേഷ്യത്തിൽ നോക്കി. താങ്ക്സ് ഉണ്ട് കേട്ടോ. നിനക്ക് ഒരു ഉമ്മ തരണം എന്നൊക്കെയുണ്ട്. പക്ഷേ അഫി ചുണ്ടിൽ വിരൽ വെച്ചു. ഇപ്പം പറ്റില്ല. ഇവിടെ അവളുടെ ചുണ്ടിൻ്റെ രുചി അത് വിട്ടുപോകാതെ ഞാൻ എങ്ങനെ നിനക്ക് തരും? ഛേ. ദിയ കൈ ചുരുട്ടിയിടിച്ചു. എന്താടി സഹിക്കുന്നില്ല അല്ലേ? സാരമില്ല. ദേ ഇവനോട് പറയ്. ആ അമ്മച്ചിക്ക് കൊടുക്കുന്നതിൽ പകുതി നിനക്കും തരും. എടാ ജയിച്ചു എന്ന് കരുതി കൂടുതൽ ഞെളിയണ്ട. യാദവ് അവൻ്റെ മുഖത്തിനു നേരെ മുഖമടുപ്പിച്ചു. എന്തുകൊണ്ടും ഞാൻ ഈ വിജയം ആഘോഷിക്കും. കാരണം നിന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത് ഞാനാ. ദിയയുടെ കണ്ണുകൾ കുറുകി. നീ ഒരാളെ അറിയോ? സൂവിലൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതുപോലെ അവനും ചെയ്യും. നീ കണ്ടിട്ടില്ലേ യാദവ്? അതാ ഇവിടെയും നടന്നത്. ഞാൻ ചെയ്തതുപോലെ നീയും വികൃതി കാട്ടി. പക്ഷേ മോനെ, ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നിന്നെയും ഇവളെയും കുരുക്കിയത്. യാദവ് നിന്ന് പല്ല് കടിച്ചു. അഫി അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു. യാദവ് അഫിയെ അടിക്കാൻ കൈ ഉയർത്തിയതും ആ കൈയിൽ അവൻ പിടിച്ചു അമർത്തി ഞെരിച്ചു. പ്ലാനിങ്ങിൽ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ ഒരു ശ്രമമുണ്ടാകും എന്ന് കണക്ക് കൂട്ടി. പക്ഷേ സ്വിമ്മിംഗ് പൂൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മിക്ക് എന്തേലും സംഭവിച്ചിരുന്നേൽ മോനെ യാദവേ,
നിന്നെ ഞാൻ തീർത്തേനെ. അഭിമന്യു യാദവിനെ പിടിച്ചു തള്ളി. നിന്റെ ഭാര്യയായിരുന്നവളുടെ കല്യാണം കൺകുളിർക്കെ കണ്ടില്ലേ? ഇനി പോയിക്കോ, മക്കളാവുമ്പോൾ അറിയിക്കാം. ഇപ്പോൾ ബർമ ഗ്രൂപ്പിൻ്റെ MD ആരാന്ന് നന്നായി മനസ്സിലായില്ലേ? ഇനി കളിക്കുമ്പോൾ നന്നായി ചിന്തിച്ച് കളത്തിലിറങ്ങ്, അല്ലേൽ അഭിമന്യു നിന്നെ മലർത്തി അടിക്കും. ജീവനോടെ എന്നാൽ ശവമായി മലർന്നു കിടക്കും. എന്ത് സുഖമുള്ള കാഴ്ച. അഫി നടന്നകന്നു. യാദവ് തോൽവി സമ്മതിച്ച് നിന്നുപോയി. ലക്ഷ്മിയുടെ കഴുത്തിൽ അഭിമന്യു താലി ചാർത്തുന്ന കാഴ്ച കണ്ണിൽ നിന്നും മായുന്നില്ല. അവളിന്ന് മറ്റൊരുവന് സ്വന്തം. ഒരുപാട് നാൾ സന്തോഷിക്കില്ല നീ. യാദവ് പിറുപിറുത്തു. ദിയ ചാടി പിടിച്ച് കാറിൽ കയറി. താൻ എന്തൊക്കെയോ ഉണ്ടാക്കി കളയും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയില്ലേ? അവനൊന്നും മിണ്ടിയില്ല. സൈലൻ്റായി കിടന്ന ഫോണിൽ ശീതളിൻ്റെ മുഖം തെളിഞ്ഞതും ദിയ ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. ചേച്ചിയാ വിളിക്കുന്നത്. അവൾ അപ്പോഴേ തന്നോട് പറഞ്ഞതാ, നല്ല വർക്കൗട്ടില്ലാതെ അഭിമന്യുവിന് മുന്നിൽ ചെല്ലരുതെന്ന്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വർമ്മ കാറിൽ കയറി തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി. അവൾ തല താഴ്ത്തി പിടിച്ച് ഒരേ ഇരിപ്പാണ്. അയാൾക്ക് സങ്കടം വന്നു. സംസാരിക്കച്ച, ആദി പതിയെ പറഞ്ഞു. മോളെ. രണ്ടാമത്തെ വിളിയിലാണ് അവൾ അവരെ രണ്ടുപേരെയും നോക്കിയത്. മുഖം ചുവന്ന് പോയിട്ടുണ്ട്. കൺപോളകൾ ബലൂൺ പോലെ വീർത്തിരിക്കുന്നു. ഞാനും സാറും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. എൻ്റെ മോളെ, നിന്റെ സാറ് എല്ലാം മുൻകൂട്ടി കണ്ടതാന്ന് ഞാൻ എങ്ങനെ പറയും? അവൻ നിന്നെ പൂട്ടിയതാ. അല്ലേൽ താലിയും വാങ്ങി കയ്യിൽ കൊണ്ട് നടക്കൂ. വർമ്മ ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു. അവളുടെ കയ്യിൽ പിടിച്ചു. വിശ്വാസ, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. പെട്ടെന്ന് ആദിയെ നോക്കി. അച്ഛൻ പറഞ്ഞില്ലേ, ഇനി ഞാനും പറയണോ? അല്ലേൽ എഴുതി തരാം. അവൻ്റെ തമാശയിലൊന്നും ചിരിക്കാനുള്ള മനസ്സ് അവളിലില്ലായിരുന്നു. ചെക്കൻ വന്നിരുന്നേൽ പോകാമായിരുന്നു, വർമ്മ പറഞ്ഞു. ലക്ഷ്മി തല താഴ്ത്തി നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലിയിൽ നോക്കി. പതിയെ അതിലൊന്ന് തൊട്ടു. ഇതുപോലെയൊന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചതാ. വീണ്ടും ആ കുരുക്ക്. ഞാനിനി എന്തു ചെയ്യും? പെട്ടെന്ന് അഫി അവൾക്ക് അടുത്തായിരുന്നു. ലക്ഷ്മി കുറച്ചുകൂടി നീങ്ങി. നീ എവിടെ പോയാലും ഇനി ഞാനും വരും. ഒട്ടിച്ചേർന്നിരിക്കുന്നവനെ ദേഷ്യത്തിൽ നോക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നലെ രാത്രി ജീവൻ രക്ഷിച്ച ആളിനെ എന്തു പറയാൻ? പോകാൻ ഡാഡി. എവിടേക്ക്? വർമ്മ ചോദിച്ചു. അഫിയുടെ ചുണ്ടിൽ കുസൃതി ചിരി. ലക്ഷ്മിയുടെ തോളിലൂടെ കൈയിട്ടു. ആദി കണ്ണടച്ചു. സാർ വിട്. ദേ ഭാര്യയെ മിണ്ടരുത്. ഡാഡിയും ബ്രദറും ഉണ്ടെന്ന് കരുതി റൊമാൻസ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. വർമ്മയ്ക്ക് നാണം വന്നുപോയി. അച്ഛനെ വകവയ്ക്കാത്തവൻ ആരെയും വകവയ്ക്കില്ല എന്ന് മനസ്സിലായതും അവളൊന്ന് അടങ്ങി. നേരെ ആഗ്ര. എനിക്ക് താജ്മഹൽ കാണണം. വർമ്മ വായ പൊളിച്ചു. TV മൊത്തം ബിസിനസ്സുകാരൻ അഭിമന്യു നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും ഒരു കൂസലില്ലാതെ താജ്മഹൽ കാണാനാണ് മകന് മോഹം. വീട്ടിൽ ഒരു ഭൂതം കുപ്പിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അതിനെ ഇനി എങ്ങനെ തളയ്ക്കും എൻ്റെ ഭഗവാനെ? അയാൾ നെഞ്ചത്ത് കൈവച്ച് തിരിഞ്ഞതും അഫി ലക്ഷ്മിയുടെ വിരലിൽ ചുംബിക്കുന്നു. വർമ്മ പെട്ടെന്ന് തല വെട്ടി തിരിച്ചു. ഹോ, ഇന്ദുവിൻ്റെ വെട്ടല് എനിക്കും പകരാനാ സാധ്യത. എടാ ചെക്ക, കണ്ണടച്ചോ, ആദിയോട് പറഞ്ഞു. എൻ്റെ അച്ഛ, കണ്ണടച്ചാൽ പിന്നെ വണ്ടി ഓടിക്കണ്ടേ? അങ്ങോട്ട് നോക്കണ്ട. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നിനക്ക് പറയാം, ഞാൻ നോക്കിപ്പോകും. അച്ഛനിലും ഒരു കള്ളച്ചിരി. ആദി അയാളെ അടിമുടി നോക്കി. വയസ്സ് 55 മറക്കണ്ട. എൻ്റെ മോനെ ആദി, എനിക്ക് ഈ സീനൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നിൻ്റെ അമ്മ ഒരു മൂരാച്ചിയാ. ആദി, കാറെടുക്ക്. നേരെ രജിസ്റ്റർ ഓഫീസിൽ. അവിടെ എല്ലാം സെറ്റാ. എനിക്ക് നിങ്ങളുണ്ടല്ലോ. ഇനി 2 സാക്ഷികൾ മാത്രം മതി. ലക്ഷ്മിയിൽ ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. ഇടയ്ക്കെപ്പോഴോ ആ നെഞ്ചിൽ ചേർന്ന് കിടന്ന് അവൾ മയങ്ങി. അഫി പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് നോക്കി. മമ്മ വിളിച്ചോ ഡാഡി? ആദി കാറ് സൈഡൊതുക്കി. അഫി രണ്ടുപേരുടെയും ഇരുണ്ട മുഖം കണ്ട് പുഞ്ചിരിച്ചു. പ്രശ്നമാകും, എനിക്കറിയാം. മമ്മയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഐ ക്യാൻ മാനേജ് ഇറ്റ്. എന്തായാലും എനിക്കൊരു പന്തൽ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്, വർമ്മ പറഞ്ഞു. അച്ഛാ. അല്ലട മക്കളെ, ഞാനല്ലേ സിന്ദൂരം കൊടുത്തത്. എല്ലാം അവൾ കണ്ടു കാണും. നീ അമ്മയെ പേടിച്ച് ഒഴിഞ്ഞു മാറിയതാ അല്ലേടാ കള്ള? അയാൾ ആദിയുടെ തോളിൽ വേദനിപ്പിക്കാതെ തട്ടി.
അല്ലച്ചാ, യാദവ് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പാടില്ല, അതുകൊണ്ട് ചെയ്തതാ. ലക്ഷ്മി കണ്ണുകൾ തുറന്നു. അവൻ്റെ മടിയിലാണ് തലവെച്ച് കിടക്കുന്നത് എന്ന് മനസ്സിലായതും ചാടി പിടിച്ച് എഴുന്നേറ്റു. വിൻഡോ സൈഡിലേക്ക് ചേർന്നിരുന്നു. എന്താ, പേടിച്ചോ? കടുപ്പത്തിലാണ് ചോദ്യം. അവൾ തല കുലുക്കി. രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത് എങ്ങനെയും തടയണം. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഡാഡി, എനിക്ക് നല്ല വിശപ്പ്. ആ ഷോപ്പിന് മുന്നിൽ നിർത്തിയേ. ആദി കാറ് നിർത്തി. അഫി ഇറങ്ങാതെ ഇരിക്കുവാണ്. വർമ്മ മുഖം ചുളുക്കി. എനിക്ക് ബർഗർ വേണം, ഡാഡി പോയി മേടിച്ചിട്ട് വാ. അയാൾക്ക് കാര്യം പിടികിട്ടി. ആദിയെ പുറത്തേക്കിറങ്ങാൻ കണ്ണ് കാട്ടി. രണ്ടുപേരും ഇറങ്ങി. ഷോപ്പിലേക്ക് കയറിയതിന് ശേഷം വർമ്മ തിരിഞ്ഞു നിന്നു. എന്താ അച്ഛാ? അല്ല മക്കളെ, കാറ് കുലുങ്ങുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഈ സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ട്. ആ സമയം മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണെന്ന് മറന്നുകൊണ്ട് ആ പേട്ട് തലയിൽ ഒന്ന് കൊട്ടി. എന്നാലും എൻ്റെ വർമ്മ ഒരു സംഭവം തന്നെ. മകനൊപ്പം അയാളും ചിരിച്ചു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അല്പസമയം നോക്കിയിരുന്നു സീത. അവൻ്റെ വിളി അവൾ ഒന്ന് ഏങ്ങിപ്പോയി. അത്രമേൽ ആർദ്രമായിരുന്നു ആ സ്വരം പോലും. ഞാൻ ഇതിൽ ഒന്ന് ചുംബിച്ചോട്ടെ? താലിയിലേക്ക് വിരൽ ചൂണ്ടി അവൻ ചോദിച്ചു. ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അഫി അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട്. വേണ്ട സാർ, ഒന്നും വേണ്ട, ഇത് ഞാനങ്ങ് ഊരിത്തരാം, എനിക്ക് വേണ്ട. ഉറച്ച വാക്കുകൾ. അഫി ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. ദേഷ്യത്തോടെ ശരീരം വിറച്ചു. ശാന്തമാകാനായി കണ്ണടച്ച് സീറ്റിൽ ചാരി കിടന്നു. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വരില്ല, എനിക്ക് പറ്റില്ല. എന്നെ വീട്ടിലാക്കി തന്നാൽ മതി. നാളെ തന്നെ ഞാൻ നാട്ടിലേക്ക് പോകും, പിന്നെ ഇങ്ങോട്ട് വരില്ല. ലക്ഷ്മി പറയുന്നതെല്ലാം കേട്ട് മൗനം പാലിച്ചു. എന്നാ ശരി, ഇങ്ങ് ഊരി തന്നേക്ക്. ആ മഞ്ഞ ചരടിന് നീ കൊടുക്കുന്ന വാല്യൂ എന്താന്ന് എനിക്കറിയണം. ഈ നിമിഷം തന്നാൽ ദേ ഈ തിരക്കേറിയ റോഡിൽ ഞാനത് ഉപേക്ഷിക്കും. വാഹനങ്ങൾ കയറിയിറങ്ങും. നമ്മൾ തമ്മിൽ പിന്നെ കാണില്ല. അവൻ്റെ വാക്കുകൾ ചെവി ഊതി അടച്ചു. കണ്ണുകൾ നിറഞ്ഞു. മൂക്കിൻ തുമ്പും ചുണ്ടും ചുവന്ന് വിറച്ചു. വലം കൈയിൽ ആ താലിയെ എടുത്തു. ഉള്ളം കൈയിൽ വെച്ച് അമർത്തി പിടിച്ചു. എനിക്ക് പറ്റില്ല, സാറ് തന്നെ ഊരിയെടുത്തോ. അവൻ്റെ ഉള്ളിൽ ഒരു പൊള്ളി പിടച്ചിലായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയതാണ്. താലിയുടെ മൂല്യം എന്തെന്ന് പോലും അറിയില്ല. മമ്മയുടെ കഴുത്തിൽ ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ ഓഫീസിൽ കല്യാണം കഴിഞ്ഞ സ്വീപ്പറും HR-ലിരിക്കുന്ന വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ മുതൽ പ്രായം ചെന്ന അമ്മമാരുടെ കഴുത്തിലും ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും അതവരുടെ കഴുത്തിൽ കാണും. ഊരി മാറ്റില്ല. പ്രാണൻ പോലെ നെഞ്ചിലെ ചൂട് പിടിച്ച് കിടക്കുന്നതിനെ എന്ത് ലാഘവത്തിലാണ് ഇവൾ ഊരിയെടുക്കാൻ പറയുന്നത്. അവളെ രൂക്ഷമായി നോക്കി. ലക്ഷ്മി തല താഴ്ത്തി പിടിച്ചു. അഫി അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. കഴിയില്ല സീത, എനിക്ക് പറ്റില്ല. എൻ്റെ ഭാര്യയാണ് നീ. ഇന്നു മുതൽ എൻ്റെ ദേഹത്തിൻ്റെ നേർപാതിയും അഫിയുടെ ജീവനുമാണ്. അവൻ തല ഉയർത്തി. അവളിൽ പതുങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞു താലിയിൽ അമർത്തി ചുംബിച്ചു. അഫി ഏങ്ങലോടെ അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി വലിച്ചു പിടിച്ചു. ലവ് യു സീത. ലക്ഷ്മിയുടെ മിഴികൾ താഴ്ന്നു. മടിയിൽ കിടന്ന് കുറുമ്പോടെ ചിരിക്കുന്നവൻ്റെ മുഖമാകെ കണ്ണുകൾ ഓടി നടന്നു. ഇന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തേ പറ്റൂ. അഭിമന്യു ഇനി ഒരു തെറ്റും ചെയ്യില്ല. നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. യാദവിനെ പോലെയാണോ ഞാൻ? അവൾ തല വിലങ്ങനെ കുലുക്കി. അത് മതി. ഷോപ്പിൽ നിന്ന് അവർ രണ്ടുപേരും വരുന്നുണ്ട്. വർമ്മ സാറും ആദി സാറും വരുവാ. പതിഞ്ഞ സ്വരം. അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. വർമ്മ സാറല്ല, അച്ഛൻ. അങ്ങനെ വിളിച്ചാൽ മതി. പിന്നെ അവൻ, അത് ചേട്ടനാ. നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു പെങ്ങളെ പോലെ. അവർ കാറിലേക്ക് കയറി. ദാ രണ്ടുപേരും കഴിച്ചു. ജ്യൂസും ബർഗറും അഫിയുടെ കയ്യിൽ കൊടുത്തു. ഓ ഡാഡി, എന്താ ഇത്ര ലേറ്റ്? നീ ഉദ്ദേശിച്ച കാര്യം നടക്കാനല്ലേ ഞങ്ങളെ ഒഴിവാക്കിയത്. അതുകൊണ്ട് സമയം പോകാനായി ഞങ്ങളും കഴിച്ചു. എന്താടോ, ഉറങ്ങാറില്ലേ ഇപ്പോൾ? ടേബിളിൽ തട്ടി ആരവ് ചോദിച്ചിട്ടും നിത്യ സുഖം ഉറക്കമാണ്. അവൻ ഒരു ചെയർ വലിച്ച് അവൾക്ക് അടുത്തിട്ടു. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഉറക്കെ പറഞ്ഞതും നിത്യ ഞെട്ടിപ്പോയി. അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. രാത്രി എന്താടോ പണി? അവൻ ഒരു മയത്തിൽ ചോദിച്ചു. അത് ലക്ഷ്മി ഇല്ലല്ലോ, ഒറ്റയ്ക്കായ പോലെ ഉറക്കവും വരില്ല. അങ്ങനെ TV കണ്ടിരുന്നു. അപ്പോഴാ ആ ന്യൂസ്. പിന്നെ സമാധാനവും പോയി.
അവര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ഓഫീസ് വരെ പോകേണ്ടി വരും. അയ്യോ സാർ, ഒരുത്തൻ കൊടുത്ത വേദന തന്നെ ഒരുപാടുണ്ട്. അതിനിടയിൽ ഇതും കൂടി. അതൊരു പാവാണ്. ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒന്ന് പോടോ. അഫിക്ക് ലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടം. അവൻ്റെ സ്വഭാവം നല്ലതല്ല, ശരിയാ. പക്ഷെ ഇനി നന്നാവും, അതുറപ്പാ. അവൾ കോട്ടുവായിട്ടു. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേയും. ഈ 2 ദിവസം എന്താ പ്ലാൻ? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ആരവ് ചോദിച്ചു. ഇല്ല, എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്. പക്ഷേ ഇത്തവണ പോകുന്നില്ല. അതെന്താ? അമ്മയെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാനാ സഞ്ജീവിനെ സെലക്ട് ചെയ്തത്. എൻ്റെ ഇഷ്ടമായിരുന്നു അമ്മയ്ക്കും. ഓ, ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അമ്മ വഴക്കു പറഞ്ഞിരിക്കും, അതാണോ? ഇല്ല സാർ, അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല. എല്ലാം മറക്കാൻ കഴിയണം എന്ന് പറഞ്ഞു. യെസ്, അതാണ് നല്ലത്. അപ്പോൾ പിന്നെ നാട്ടിൽ പോകാതെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങണ്ട. നാളെ എൻ്റെ വീട്ടിലേക്ക് പോരെ? അയ്യോ, അത് വേണ്ട സാർ. ലക്ഷ്മി പറഞ്ഞതാ തിരികെ വന്നിട്ട് സാറിൻ്റെ അമ്മയെ കാണാൻ പോകണമെന്ന്. ലക്ഷ്മി വരുമ്പോൾ വരട്ടെ, തനിക്ക് വരാമല്ലോ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ വീട്ടിലുണ്ടേൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്തേലും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ആള് ചിരിക്കും, പിന്നെ ചെറുതായി ചുണ്ടനക്കും. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ? അവൾ ചോദിച്ചു. എല്ലാം നടക്കുന്നു. ആദ്യം സ്ട്രോക്ക് വന്നു, ആള് തളർന്നു വീണു. പിന്നാലെ ഇതും. അവൻ പുഞ്ചിരിക്കുന്നുണ്ട്. നിത്യ സങ്കടത്തോടെ ഇരുന്നു. എനിക്ക് സാറിൻ്റെ വീട് അറിയില്ല. തന്നെ കൂട്ടാൻ ഞാൻ വരാം. ഈവനിങ് തിരികെ കൊണ്ടാക്കി തരാം. അവൾ സമ്മതത്തോടെ തലകുലുക്കി.